സുഹൈലിന്റെ വരവോടെ UAE പുതിയൊരു കാലാവസ്ഥാ സീസണിലേക്ക് കടക്കുകയാണ്. ഈ ഘട്ടത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പുകൾ നൽകുകയാണ് കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിൽ കനത്ത മൂടൽമഞ്ഞിന് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വാഹനയാത്രക്കാർ മാത്രമല്ല, കാൽനട യാത്രക്കാരും അതീവ ജാഗ്രത പുലർത്തണം. ദുബൈ അബുദാബി റോഡിലൂടെ വാഹനം ഓടിക്കുന്നവർ കൂടുതലായി ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. രാജ്യത്തിപ്പോൾ അസ്ഥിര കാലാവസ്ഥ തുടരുകയാണ്. സ്കൂളുകൾ തുറന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സ്കൂളുകളിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ മാറ്റം ശ്രദ്ധിച്ച് ജാഗ്രതയോടെ മാത്രം യാത്ര ചെയ്യുക. അബുദാബി നഗരത്തിൽ ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ ശ്രദ്ധിക്കുക. അബുദാബിയിൽ പുതുതായി ഇലക്ട്രിക് ഹൈഡ്രജൻ ബസ്സുകൾ യാത്രയ്ക്കായി സജ്ജമാകുന്നുണ്ട്. സെപ്റ്റംബർ 1 മുതൽ ബസ്സുകൾ റോഡുകളിൽ ഓടിത്തുടങ്ങും. ഹരിത പൊതുഗതാഗത ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഈ തലസ്ഥാന നഗരത്തിൽ ബസ്സുകൾ സർവീസ് നടത്തുന്നത്. 2030ഓടെ അബുദാബി പൊതുഗതാഗതത്തിന്റെ 20% ഹരിതവൽക്കരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒപ്പം തന്നെ 2050ഓടെ 100% പൊതുഗതാഗതം ഹരിത സൗഹൃദമാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി പുതുതായി ഇറങ്ങാൻ പോകുന്ന ബസ്സുകൾ ഏതൊക്കെ റൂട്ടുകളിലാണ് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ നിലവിലെ യാത്രാക്കൂലി തന്നെയാകും ഈ ബസ്സുകൾക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. UAEയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നോടിയായി തന്നെ നിരവധി തയ്യാറെടുപ്പുകൾ നടത്തിയതായി നമ്മൾ കണ്ടിട്ടുണ്ട്. കൂടാതെ നിരവധി മുന്നറിയിപ്പുകളും വിവിധ വകുപ്പുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളുടെ സുരക്ഷ തന്നെയാണ് പ്രധാനം. അതുകൊണ്ട് തന്നെയാണ് ദുബായ് പോലീസ് സ്കൂളുകളിൽ നേരിട്ടെത്തി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നത്. 36 സ്കൂളുകളിൽ നേരിട്ടെത്തി വിദ്യാർത്ഥികളെ സന്ദർശിച്ച് അവർക്ക് ആശംസകൾ നേർന്നിരിക്കുകയാണ് ദുബായ് പോലീസ്. ഹിമാലയ ട്രസ്റ്റീസ് കൗൺസിൽ വഴിയാണ് സന്ദർശനം നടത്തി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ജീവനക്കാർക്കും വിജയാശംസകൾ നേർന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ പോലീസിന്റെ സഹായം ഉറപ്പുവരുത്തുന്നതിനു കൂടിയാണ് ഈ പദ്ധതി നടപ്പാക്കിയത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഗൾഫ് ചന്ദ്രികയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.